ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഉള്ളത് ക്യാമുറി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ഇവിടെ നിന്ന് ഇനി ഏകദേശം കുറച്ച് ദൂരമുള്ളൂ ആസാമിലേക്ക് എന്ന് തോന്നുന്നത്. എന്തായാലും നമ്മൾ ആസാമിലേക്ക് പോകുമ്പോൾ ഇന്നലെ നമ്മൾ ബയ്യാട് അവിടെ നിന്നൊക്കെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 88-89 കിലോമീറ്റർ നമ്മൾ പോകുന്നുണ്ടാ. അതും ഉച്ചക്കാണ്ട നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ശരിയാക്കി അതിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിനിപ്പോൾ ആഡ് ചെയ്യാട്ടോ, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഞാനിപ്പോൾ മുടിയൊക്കെ ഇന്നലെ വെട്ടിയാട്ടാ. ഇന്നലെ സെറ്റായി, മുടി കാര്യങ്ങളൊക്കെ ഇച്ചിരി സെറ്റായി. നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങണേണ്. 3 ദിവസമായിട്ട് നമ്മൾ ഇവിടെ ഉണ്ടാകുന്നുണ്ടാ. 3 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അടിപൊളിയാകാട്ടാ. കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കുറച്ച് ഉള്ളതുകൊണ്ട് നമ്മൾ അത് യാത്ര ചെയ്തില്ല. പിന്നെ ഇന്നലെ നമ്മൾ പോയതാട്ടോ. ഇന്നലെ ഒരു ലുങ്കപ്പാറയിലേക്ക് പോയിട്ടാ. അപ്പോൾ അടിപൊളിയായിരുന്നു. ഭൂട്ടാൻ ബോർഡറൊക്കെ കണ്ട് അവിടെയുള്ള ഒരുപാട് ആൾക്കാരെ കണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ആൾക്കാരൊക്കെ അവരുടെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് എന്തായാലും വളരെ നല്ലൊരു ഓർമ്മകളാണ്. പിന്നെ അതേപോലെ നമ്മുടെ സഞ്ജയ് പയ്യ പുള്ളിയൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നിങ്ങളാരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്പർ കാര്യങ്ങൾ കൊടുക്കാം. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം പുള്ളി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം കേട്ടോ. നല്ലൊരു വ്യക്തിയാണ്. നമ്മൾ നല്ല രീതിയിൽ സഹായിച്ചത്. നമ്മുടെ സൈക്കിളിൻ്റെ കാര്യത്തിനാണെങ്കിലും താമസത്തിനാണെങ്കിലും ഭക്ഷണത്തിൻ്റെ ആണെങ്കിലും എല്ലാത്തിനും നമ്മളെ ഭയങ്കര രീതിയിൽ സഹായിച്ചൊരു വ്യക്തിയാണ്. ഞാൻ എന്തായാലും പുള്ളിയുടെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യണമെങ്കിൽ അവർക്കും ഹെൽപ്ഫുള്ളാവും. അപ്പോൾ എന്തായാലും നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സാധനങ്ങളൊക്കെ എല്ലാം ഒതുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ബാഗിലാക്കണം. എന്തായാലും അടിയിലേക്ക് പോകണ്ട, എന്നിട്ട് ബാക്കി കാണാം. നമ്മളങ്ങനെ ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ കേട്ടാ സൈക്കിളിൽ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ബാഗ് എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ടാ. ഇനിയിപ്പോൾ അതേപോലെ ചായ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായയും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാ. അതിനിപ്പോൾ വന്നിട്ട് വേണം കഴിച്ചിട്ടിറങ്ങാൻ. അപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടാ. ഹലോ ഭയ്യ, ഹലോ ഹായ്. ഓക്കെ, താങ്ക് യു. അത് ചെറിയൊരു പണിയിലാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ആള് ओके मैं कांटेक्ट करेगा आपका एंड कांटेक्ट ഇതിൽ ആഡ് करेगा. അപ്പോൾ ചായയും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതോട് നന്ദിയൊക്കെ പറഞ്ഞ് നമ്മൾ എന്തായാലും ഇറങ്ങണേട്ടാ. നമ്മളിപ്പോൾ അവിടുന്ന് ഇറങ്ങിയേട്ടാ. ഇപ്പോൾ എൻ്റെ സൈക്കിളിൻ്റെ വണ്ടിയിൽ കയറ്റിയേക്കണേ. കാരണം സൈക്കിളിൻ്റെ ടയർ പഞ്ചറായിട്ടാ. ആ ടയർ ഞാൻ മാറ്റാൻ വേണ്ടി കഴിഞ്ഞ ദിവസം അവിടുത്തെ കടക്കാരോട് പറഞ്ഞ. കാരണം എന്നോട് പയ്യ പറഞ്ഞ നീ എന്തൊക്കെ സാധനം മാറ്റണോ അതൊക്കെ എല്ലാം മാറ്റി സൈക്കിൾ ഫുള്ള് സെറ്റാക്കിയിട്ട് നീ പോയാൽ മതി എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ ടയർ മാറ്റാനുള്ള ഒരു പരിപാടിയാണ്. ഫ്രണ്ട് ടയർ ആകെ ഇടങ്ങേറായിട്ടിങ്ങനെ ഒരു വണ്ടിയിലാണ് നമ്മൾ കയറ്റിയേക്കണം. അവരുടെ കമ്പനി വേണ്ടി ആയിട്ട് അവരോട് ഞാൻ പറയും ഞാൻ എയർ അടിച്ച് പയ്യെ കൊള്ളാന്ന് വരെ പറഞ്ഞില്ല. ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടാ. പാവം മനുഷ്യൻ. നമ്മുടെ സൈക്കിൾ ഇറക്കി കേട്ടാ. ഈ ഒരു വണ്ടിയിലാണ് വന്നത്. അപ്പോൾ ഈ കടയിലാണ്ട വന്ന സംഭവം. എയർ കുറവുണ്ട്. ഇന്നലെ നമ്മൾ എയർ അടിച്ചാണ്ടാ. എന്തായാലും നോക്കാം, സെറ്റ് ചെയ്യാക്കാന്ന് പറ്റുമോ നോക്കാട്ടാ. നമ്മളെ സൈക്കിളിടയിൽ വന്ന് ടയർ സെറ്റ് ചെയ്തിട്ടാ. ഈ ടയർ ഇട്ടിട്ടുണ്ട്, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ വന്നേട്ടാ. പക്ഷെ അന്ന് ടയർ മാറിയില്ല. ഇന്നാണ് ഇപ്പോൾ ടയർ മാറണം. കണ്ടിട്ടൊരു പഴയ ടയർ പോലെ ഉണ്ടെങ്കിലും ഇവർ പറഞ്ഞ പുതിയതാണെന്നാണ് പറഞ്ഞത്. എന്നാലും ഇനി ഒരുപാട് ദൂരം പോകാനുള്ള അപ്പോഴത്തേക്കും നമുക്ക് ഇത് മാറ്റിയില്ലെങ്കിൽ ശരിയാവില്ല. അപ്പം അതുകൊണ്ടാണ് മാറ്റിയത്. നമ്മളിപ്പോൾ സൈക്കിളൊക്കെ ശരിയായിട്ടാ. അപ്പോൾ ഇവിടെ വേറെ ഒരാളെ കണ്ടുപിടി ഞാൻ പരിചയപ്പെടുത്തരാം. ഹായ് ഭയ്യ, आपका नाम क्या है? विक्रम शर्मा. आप किधर का है? मैं नॉर्थ बंगाल डुवर्स बीरपाड़ा. हाय, आपका नाम क्या है? अविष्कार शर्मा. आपका बच्चे? या माय सन. अब कितना क्लास में पढ़ाई करेगा? 3. इधर किधर है? बीरपाड़ा में. स्कूल का नाम तलवारी. अच्छा, स्कूल का नाम है नाम ലിലിപ്പന്തി സ്കൂൾ. അങ്ങനെ സൈക്കിളൊക്കെ സെറ്റാക്കി നമ്മളെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ആസാമിലേക്കാണ്. ആസാം എനിക്ക് തോന്നുന്നില്ല ഇന്ന് എത്തുമെന്ന്. ഇപ്പം തന്നെ നമ്മളൊരു 12 മണി ആയി തോന്നുന്നത്. ഞാൻ നോക്കിയില്ല എത്ര മണിയായെന്ന്. അങ്ങനെ നേരെ നമ്മൾ ഇറങ്ങിയിട്ട് ഇന്നലേക്ക് നമ്മൾ വന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത്. ഹായ്, നമ്മൾ ഇന്നലെ വന്ന് വ്ലോഗൊക്കെ എടുത്തൊരു റൂട്ടാണ്ടാ. എന്നാലും ഒരുപാട് ആൾക്കാർ ഭയങ്കര സന്തോഷവും ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ റൂട്ടിൽ. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം അത്യാവശ്യം നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഞാൻ ജാക്കറ്റൊന്നും ഇട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു തെർമൽസ് ഇട്ട് പിന്നെ ഈ ഒരു ഡ്രസ്സ് ഇട്ട് കേട്ടാ. അടിപൊളി റൂട്ടാണ് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റും. പിന്നെ അത് ഇപ്പുറത്തെ കാണാൻ ഒരു മലനിരകൾ കാണാൻ പറ്റുന്നുണ്ടോ ഇതിൽ ശരിക്കും. അത് ഭൂട്ടാൻ്റെ കേട്ടാ. ഭൂട്ടാനാണത്. ഭൂട്ടാൻ്റെ മലനിരകളാണ് കാണുന്നത് കേട്ടാ.
നമ്മളിങ്ങനെ പോണ റൂട്ടിൽ ഇങ്ങനെ ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ്ടാ. ഫോറസ്റ്റ് റൂട്ടാണ്. അപ്പോൾ അത് ഇവിടെ ഒരു തേയിലത്തോട്ടം ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിർത്തിയാണ്ടാ. അടിപൊളിയാണ്ടാ ഇവിടെ കാണാനൊക്കെ വേണ്ടി. ശരിക്കും മഞ്ഞോയ്ക്ക് 2 റൂട്ടുണ്ട്. ഒന്നിങ്ങനെ മേളിലേക്ക് വേറെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരെ ഗുവാഹട്ടിയാണ് പോണത്. ഡയറക്റ്റ് ഗുവാഹട്ടി പോണ റൂട്ടാണ് ഇത്. ശരിക്കും 2 റൂട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പയ്യയുടെ അവിടെ നിന്നില്ലേ, അത് എത്രയും മുമ്പ് സിലിഗുരി എന്ന് പറയുമ്പോൾ വേറൊരു റൈറ്റ് ഉണ്ട്, അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് പോവാം. നമ്മൾ ആ റൂട്ട് കയറിയില്ല കേട്ടോ, നമ്മൾ പുള്ളി ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് വന്നതാണ്. അതേപോലെ നമുക്ക് ശരിക്കും നമ്മൾ വന്നത് നന്നായിട്ടാണ്. കാരണം ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടു, ഒരുപാട് സൗഹൃദങ്ങളുണ്ടായി, ഒരുപാട് സന്തോഷങ്ങളാണ്ടായി. വെറുതെ നമ്മൾ ഹൈവേ കൂടെ പോണതിന് വരെ ഇങ്ങനെയൊക്കെയുള്ള റൂട്ടിൽ കൂടെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകും. ഇവിടെയായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്താൽ. ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്താൽ. എന്തായാലും സാധനങ്ങളൊക്കെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി സൈക്കിളിലേക്ക് പോകാം. സൈക്കിളിൽ ഇവിടെ ഉണ്ട്. ഏകദേശം ഇപ്പോൾ ലേറ്റ് ആയിട്ട് ഞാനപ്പോൾ കുറച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. ഇവിടെ വൈഫൈ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയാറായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. നമ്മളങ്ങനെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടാ. ഇനിയിപ്പോൾ നേരെ ആസാമിലേക്കാണ്. ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉള്ളൂ ആസാം ബോർഡറിലേക്ക് കേട്ടോ. അതായത് വെസ്റ്റ് ബംഗാൾ ആസാം ബോർഡറിലേക്ക് 10 കിലോമീറ്റർ ഉള്ളൂ. എന്തായാലും ഇൻഷാല്ലാ നമ്മളിന്ന് ആസാം ബോർഡർ കയറും കേട്ടോ. ആസാം വെച്ച വണ്ടികളാണ്. ഫോണിക്ക് ഒരു ചായ കുടിക്കണം കേട്ടോ. അപ്പോൾ ഫോണിക്ക് ഒരു കടയ്ക്ക് ചായ കുടിക്കാൻ വേണ്ടൊന്നും വേണ്ട, കുറച്ച് അങ്ങ് ഹൈവേ കയറിയിട്ട് കുടിക്കാമല്ലാന്ന് വെച്ച്. ഇതിൻ്റെ സ്നാക്സ് ഉണ്ടെങ്കിൽ അതും കഴിക്കാം കേട്ടോ. പിന്നെ എൻ്റെ ഉപ്മാവ് ഉണ്ട്. ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പൊടി ഇരിപ്പുണ്ട്. ഞാൻ ഉപ്മാവ് ഉണ്ടാക്കിയതാന്ന് വെച്ചിരിക്കുന്നത് കേട്ടോ. നോക്കാൻ എന്തായാലും ഫോണേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. നല്ല വിശപ്പുണ്ട്. നമ്മുടെ വന്നോയ്ക്ക് ഒരാളെ കണ്ടിട്ടാ. അപ്പോൾ ആളെ നമ്മളെ നാസ്തയ്ക്കാണ് വിളിച്ചതാണ്. ഹായ് ഭയ്യ, आपका नाम क्या है? नवकुमार भूमि के। नवकुमार भूमि। नवकुमार, आप किधर का है? इधर का है 12 का। अच्छा अच्छा अच्छा. അപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ പുള്ളി മേടിച്ചു തന്നിട്ട് താങ്ക് യू. आप किधर जाएगा? इधर से इधर ही रुकेगा, मेरा काम ही इधर है। अच्छा भाई, इधर से आसाम कितना दूर है? 280 किलोमीटर है गुवाहाटी। बॉर्डर कितना दूर है? बॉर्डर ज़्यादा दूर नहीं, 7 किलोमीटर। 7 കിലോമീറ്റർ. നമ്മൾ സൈക്കിള് കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വന്നോയ്ക്കാണ് പുള്ളീനെ കണ്ടത്. ഇനി നമ്മൾ നേരെ പോകുന്നത് അങ്ങാടേക്കാണ്. ഏകദേശം 7 കിലോമീറ്ററിലോട്ട് ബോർഡറിലേക്ക്. പുള്ളിയോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കേട്ടോ. ഓക്കെ വയ്യ. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി കേട്ടോ. ആളെ വന്നോഴിക്ക് കണ്ടതാണ്. എന്തായാലും സന്തോഷം. ഫുഡ് കഴിക്കാൻ പുള്ളി ഫുഡ് മേടിച്ചു തന്നെ കേട്ടോ. ഞാൻ ഫുഡ് ഉണ്ടാക്കാനാന്ന് വെച്ചാൽ ഉപ്പാവിൻ്റെ റവയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. നല്ല സന്തോഷം കേട്ടോ. നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ 7 കിലോമീറ്റർ ഉള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞത് കേട്ടോ. കാലാവസ്ഥ കുഴപ്പമില്ല, വെയിൽ അങ്ങനെ ഉണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത കാലാവസ്ഥ ഉണ്ടാവും. നമ്മളെ ഈ ഒരു ബ്രിഡ്ജില്ലേ, ഈ ബ്രിഡ്ജ് കടന്ന് അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ ആസാം എത്തിയിട്ട് നമ്മൾ, അതായത് വെസ്റ്റ് ബംഗാൾ ആസാം ബോർഡറാണിത്. അതിൻ്റെ അപ്പുറത്തേക്ക് കാണുന്നത് ആസാമാണ് കേട്ടോ. അല്ലേ, നല്ല കാലാവസ്ഥയുണ്ട്, കുഴപ്പമില്ല. വലിയ വെയിൽ കാര്യങ്ങളൊന്നുമില്ല, തണുപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു റിവർ ഒഴുകുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ആസാം എത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഓരോരോ സ്റ്റേറ്റ് കവർ ചെയ്യുമ്പോഴും ഓരോരോ സന്തോഷങ്ങളും ഓരോരോ ഓർമ്മകളുമായിട്ടാണ് നമ്മൾ കിടക്കുന്നത്. അങ്ങനെ നമ്മൾ ആസാമിലേക്ക് കയറേട്ടാ. ഇത് കണ്ടില്ലേ, വെൽക്കം ടു ആസാം. പിന്നെ അതേപോലെ തന്നെ റെയിലോടെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഗേറ്റ് പോലെ കണ്ടില്ലേ അപ്പുറത്തുണ്ട്. പിന്നെ അതേ ആസാമിലെ ഫസ്റ്റ് പെട്രോൾ പമ്പ് 700 മീറ്റർ കേട്ടോ. പിന്നെ അവിടെ കുറേ ഇത് കൊടുത്തിട്ടുണ്ട്, വെൽക്കം ടു ആസാം. അടിപൊളിയായിട്ട്. ഇനി അവിടെ കാഴ്ചകൾ, നമ്മുടെ ഇനി കാഴ്ചകൾ ആസാമിലേക്ക് ആയിക്കുള്ളൂ. കണ്ടില്ലേ, ഇതൊരു ചെക്ക് പോസ്റ്റാണ്. അതാണ്ട് ചെക്ക് പോസ്റ്റ് വെസ്റ്റ് ബംഗാൾ, അതായത് ലാസ്റ്റ് ചെക്ക് പോസ്റ്റാണ് വെസ്റ്റ് ബംഗാളിലെ. ആസാമിലേക്കാണ് ഇനിയിപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തേക്കണം, ആസാമിലേക്കാണ്. ഇനി കാണാൻ പോണത് ആസാമിലെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാ. അങ്ങനെ അടുത്ത സ്റ്റേറ്റ് കടന്ന് അൽഹംദുലില്ലാ. ഇനി അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആകട്ടെ. യാത്രകൾ മുന്നോട്ട് തന്നെ നമ്മൾ പോണേട്ടാ. ഈ പോണ ബസ്സൊക്കെ ഭൂട്ടാൻ്റെ ബസ് കണ്ടു. എനിക്ക് തോന്നുന്നത് ഒരുപാട് ബസ് കണ്ടിട്ടുണ്ട് ഭൂട്ടാൻ. എനിക്ക് തോന്നുന്നു ഭൂട്ടാനിലേക്ക്, അതായത് ഭൂട്ടാൻകാർക്ക് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി വലിയ പ്രൊസീജിയറൊന്നും ഇല്ല. ഒരുപാട് വണ്ടികൾ കണ്ടിട്ടാ. നമുക്ക് മാത്രമേ ഉള്ളൂ ഇതുപോലത്തെ ഒരു റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ. പക്ഷെ എന്താണ്, അല്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഭൂട്ടാനൊക്കെ കണ്ട് അടിപൊളിയായിട്ട് പോരായിരുന്നു. യോഗമില്ലെന്ന് തോന്നണ്ട, ആഗ്രഹമായിരുന്നു. എന്തായാലും മാക്സിമം നമുക്ക് നോക്കാട്ടാ. കുറച്ച് എക്സ്പെൻസീവ് ആണ് ഭൂട്ടാൻ. കാരണം നമുക്ക് ഓരോ ദിവസങ്ങൾ 1200 വെച്ച് നമ്മൾ അടക്കേണ്ടി വരും. അതുകൊണ്ടാണ് എക്സ്പെൻസീവ് എന്ന് പറയുന്നത്. പിന്നെ അല്ലാത്ത ചിലവ് കാര്യങ്ങൾ വരും. പിന്നെ ഗൈഡിനെയൊക്കെ എടുക്കണമെന്നൊക്കെ പറയണ്ടോ. നമ്മുടെ സൈക്കിളിൽ നമുക്ക് കയറാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഒരു പിടുത്തമില്ല എന്താ അവസ്ഥയാണ്. എന്തായാലും നമുക്ക് പോവാട്ടോ.
ഇന്ന് വെള്ളിയാഴ്ച വേണ്ടി നമ്മളിവിടെ ഒരു പള്ളിയിൽ വന്നിട്ടാ. പക്ഷേ പള്ളിയിൽ വന്നപ്പോൾ നിസ്കാരം കഴിഞ്ഞു പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം 12:30 കണ്ട് നിസ്കാരം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈകിപ്പോയി. പക്ഷേ പിന്നെ നിസ്കരിച്ചിട്ട് നമ്മൾ എന്നിട്ട് ഇപ്പോൾ അതേ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേണ്. കാരണം നമ്മുടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1:15-1:30 ആകുമ്പോഴാണ് നമ്മുടെ അവിടെ സ്ഥലം. പിന്നെ ഇവിടെ വന്നോയ്ക്കൊന്നും പള്ളിയൊന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജുമാ പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും നമുക്ക് പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരോട് സംസാരിച്ച് അവിടെ ഉസ്താദൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം എല്ലാവർക്കും നമ്മുടെ യാത്രയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞേട്ടാ. എന്തായാലും സന്തോഷം. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല പച്ചപ്പൊക്കെയാണ് കേട്ടോ. നല്ല ഗ്രീനറിയാണ് ഇപ്പുറത്തേക്ക് നോക്കുമ്പോഴേട്ടാ. പിന്നെ അവിടെ എന്തോ മത്സ്യകൃഷിയൊക്കെ ഉണ്ടെന്ന് തോന്നണം. അവിടെ നെറ്റൊക്കെ പിരിച്ചിട്ടുണ്ട് കേട്ടാ. ആസാമിൻ്റെ മനോഹരമായ കാഴ്ചകൾ. നമ്മൾ പോണത് ഹൈവേയിലൂടെ ആണെങ്കിൽ നമ്മൾ ഇനി പോയിട്ട് കുറേ സ്ഥലങ്ങളുള്ളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ പ്ലാൻ ഉണ്ട്. നോക്കാം. ഒരുപാട് യാത്ര ചെയ്യണം, ഒരുപാട് അനുഭവങ്ങളൊക്കെ സമ്പാദിക്കണമെന്നാണ് ആഗ്രഹം. അതൊക്കെയാണ് ഇനി നമുക്ക് ഇനിയുള്ള കാലത്ത് ഏറ്റവും പ്രധാനം ചെയ്യുള്ളൂ. നമ്മളെയൊക്കെ സത്യം പറയുന്നത് ഇപ്പോഴും നമ്മൾ ഓരോ നാട്ടിലൂടെ കടന്നു വന്നപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇന്നിപ്പോഴും നമ്മൾ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. എന്തായി, എവിടെ എത്തി, സുഖമാണോ, ഭക്ഷണം കഴിച്ചാൽ. നമുക്ക് പാടില്ലാതിരുന്ന സമയത്തും നമ്മൾ സ്റ്റോറി കിട്ടല്ല. അപ്പോഴും ഒരുപാട് ആൾക്കാർ വിളിച്ച് എന്തായി ഉഷാറായ. പക്ഷേ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് പകുതി എനർജി കിട്ടും. അതായത് പകുതി എനർജി നമ്മുടെ ശരീരത്തിന് കിട്ടും. അത് വല്ലാത്തൊരു ഇത് തന്നെ കേട്ടോ. കാരണം അതൊക്കെ എല്ലാം ഈ ഒരു യാത്രയിലൂടെ കിട്ടിയൊരു സമ്പാദ്യം കേട്ടോ. അത്രയും വലിയ ബന്ധങ്ങളൊക്കെ. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഒന്നും വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. വേറെ റൂട്ടിൽ ഈ റൂട്ടിലൊന്നുമില്ല. ഈ കാണുന്ന പോലത്തെ ഫോറസ്റ്റ് പോലത്തെ റൂട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ റൂട്ടിൽ കാണാനുള്ളത് ഒരു ഫോറസ്റ്റ് ഉണ്ട്, ഒരു നാഷണൽ പാർക്ക് ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാം. അതിനെന്തോ ചാർജ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ റൂട്ടിൽ അങ്ങനെ ഒന്നുമില്ല. ഇനിയിപ്പം നമ്മൾ ഗുവാഹട്ടി എത്തിക്കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങളുള്ളൂ. ഞാനിവിടെ പോകണമെങ്കിൽ ആൾക്കാരോടൊക്കെ ഞാൻ ചോദിച്ച് ഇവിടെ എന്തെങ്കിലും നമുക്ക് കയറി കാണാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് ചോദിച്ച് ആൾക്കാർ പറഞ്ഞ് ഇവിടെ ആകെ അതുണ്ടെന്നാണ് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കയറി കാണാമെന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ ടെൻ്റ് അടിച്ചേട്ടാ. വന്നോയ്ക്കൊരു പമ്പ് കിട്ടി. ഇപ്പോൾ ഉള്ളത് ആസാമിലാണ്. ആസാമിലൊരു പെട്രോൾ പമ്പിലാണ് കേട്ടോ, ഇന്ത്യൻ ഓയിലില്ല. അപ്പോൾ ഒരു വലിയ പെട്രോൾ പമ്പാണ്. നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ടെൻ്റ് അടിച്ചേട്ടാ. ടെൻ്റ് അടിച്ച് സെറ്റാക്കി നല്ല പുല്ലിലാണ് നമ്മൾ ടെൻ്റ് അടിച്ചേക്കണം. ഇനി എന്തായാലും ഭക്ഷണം ഉണ്ടാക്കണം. ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം കേട്ടോ. എന്നിട്ട് രാവിലെ എണീച്ച് റൈഡ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കാം നമുക്ക്. ഇപ്പം നമ്മളെ ഫുഡൊക്കെ ഉണ്ടാക്കിയേട്ടാ. ഉരുളക്കിഴങ്ങ് അറിയാണ്ട് ഉണ്ടാക്കിയ കുറച്ച് കൂടുതലുണ്ടാക്കി. പിന്നെ ചോറുണ്ടാക്കി. ഹായ് ഭയ്യ. ഓ ഇങ്ങ എന്നിട്ടാണോ ഭയ്യ? ആ എന്താണോ ഒരു അച്ചാറുണ്ട്. ഹായ് भैया आपका नाम क्या है? मोहम्मद नासिर हुसैन अजीमी. अच्छा अच्छा, राजकुमार है. भैया आपका नाम क्या है? രാജേഷ്. ഓ അപ്പോൾ ഈ ഒരു പമ്പിലാണ് നമ്മൾ വന്ന. സൈക്കിൾ കാര്യങ്ങൾ അവിടെ ഉണ്ട്. ടെൻ്റ് അടിച്ച്. താങ്ക് യു ഭയ്യ. എന്തായാലും ഫുഡ് കഴിക്കാട്ടാ. ഫുഡ് കഴിച്ചിട്ട് വേണം. അങ്ങനെ ഫുഡ് കഴിച്ച് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. എന്നോട് അച്ചാറൊക്കെ ഇനി വേണമെന്ന് വെച്ചാൽ ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് അച്ചാർ ഉണ്ടാകുന്ന വെച്ചത്. അവരിത് കൊണ്ടുവന്ന് തന്നിട്ടാ. അവർക്കൊരു ഇതും ഉണ്ടാകുന്നില്ല. അവരെന്നോട് പറയും ഇനിയും വേണമെങ്കിൽ കൊണ്ടുവന്ന് തരാമെന്നാണ് പറഞ്ഞേട്ടാ. എന്തായാലും സന്തോഷം. ഫുഡൊക്കെ കഴിച്ചേട്ടാ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പമ്പ് 24 ഇല്ലെന്ന് തോന്നുന്നുട്ടോ. അവരെല്ലാവരും അകത്ത് കയറി. ക്ലോസ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ ടെൻ്റ് കാര്യങ്ങൾ ഇതാണ്. അവിടെ സൈക്കിൾ വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാട്ടാ. ഈ വീഡിയോ ഒക്കെ ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ പോയ കാഴ്ചകൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണേ. നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങൾ വേണം. അപ്പോൾ എന്തായാലും നമ്മളെ എല്ലാ വീഡിയോയിലും പറയണതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. ഷെയർ ചെയ്യാം മാക്സിമം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുടെ അടുത്ത ദിവസം വരാട്ടാ. ഓക്കെ ബൈ.